അനീഷ് ഒരുപാട് ബ്രോക്കിംഗ് കമ്പനികളായിട്ട് ബന്ധമുണ്ട്. അനീഷ് തന്നെ ഒരു ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അനീഷ്, ഈ ഒരു കൊല്ലം ഈ ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ ഇഷ്യൂ ഭയങ്കര രീതിയിൽ ചർച്ചയായതാണ്. ഗവൺമെൻറ് ഒരു ബ്ലണ്ടറാണ് കാണിച്ചതെന്നുള്ളൊരു സ്കൂൾ ഓഫ് തോട്ടും ഉണ്ട്. അനീഷിന് അറിയാലോ, നിങ്ങളെപ്പോലത്തെ ബ്രോക്കിംഗ് കമ്പനീസാണ് സാധാരണ ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ട്രേഡേഴ്സിൻ്റെയും ഇൻവെസ്റ്റേഴ്സിൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ ക്യാപിറ്റൽ ഗെയിൻസ് സാധാരണ ബ്രോക്കിംഗ് കമ്പനികൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അവർക്ക് അത് എടുത്തിട്ട് അത് നേരെ അങ്ങ് പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം അവർക്ക് അത് വെച്ചിട്ട് ഫയൽ ചെയ്താൽ മതി എന്നുള്ളതാണ്. ഈ കൊല്ലത്തെ ടാക്സ് കളക്ഷൻ എങ്ങനെയാണ് അനീഷിൻ്റെ അറിവിൽ കാണുന്നത്? വേണ്ട രീതിയിൽ ആൾക്കാർക്ക് ക്യാപിറ്റൽ ഗെയിൻസ് കിട്ടിയിട്ടുണ്ടോ? ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് രണ്ടാമത്തെ കാര്യം, ക്യാപിറ്റൽ ഗെയിൻസ് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള ഗവൺമെൻറ് ബഡ്ജറ്റഡ് എസ്റ്റിമേറ്റഡൊക്കെ ഏതാണ്ട് 2.5 ലക്ഷവും 63,000 കോടി STT ആണ്. STT ചിലപ്പോൾ കിട്ടിയോ കിട്ടിയില്ലെന്ന് അറിയാം, പക്ഷേ STTയും ഷോർട്ടാണെന്നാണ് മനസ്സിലാവുന്നത്. ക്യാപിറ്റൽ ഗെയിൻസ് നമുക്കിപ്പോൾ അറിയാൻ യാതൊരു നിവൃത്തിയില്ല. എന്തെങ്കിലും കാരണവശാൽ അനീഷിന് അങ്ങനെ ഒരു അറിവുണ്ടോ? ക്യാപിറ്റൽ ഗെയിൻസ് ആർക്കെങ്കിലും ഉണ്ടോ? ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഫ്രണ്ട് ലൈനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ആൾറെഡി നോൺ ഫാക്റ്റ് ആണ്, വളരെ കുറവാണ് എന്നുള്ളത്. ദെൻ നമ്മളൊരു റിജിഡ് ആയിട്ടൊന്നും കാണേണ്ടതില്ല. കാരണം ക്യാപിറ്റൽ ഗെയിൻ മുമ്പും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അത് പിൻവലിച്ചിട്ടുണ്ട്, അതിനുശേഷവും നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. അത് ഗവൺമെന്റ് പല സിറ്റുവേഷനിലും പല കോണ്ടെക്സ്റ്റുകളിലും നോക്കുകയാണ്. ഇന്റർനാഷണലി ഒക്കെ വളരെയധികം സംഭവവികാസങ്ങൾ നടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അത് റിവൈസ് ചെയ്യാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇത് പല കാലങ്ങളിലും ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും റിവൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിലൊന്നും തന്നെ അത്രത്തോളം ഇതായിട്ടില്ല. ബട്ട് ഞാനിവിടെ സീരിയസ് ആയിട്ട് ഒരു കൺസേൺ എനിക്കുള്ളത് നമ്മൾ റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചല്ല. കാരണം റീറ്റെയിലേഴ്സിന് ഒരു സ്റ്റോക്സ് ബുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മൾ PMS പോലെ അതേപോലെ മറ്റുള്ള ഫണ്ടുകൾ ഏൽപ്പിച്ചിരിക്കുന്ന മാനേജ്മെന്റിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ നിന്ന് റെഡീം ചെയ്തില്ലെങ്കിൽ പോലും അവര് ബുക്ക് ചെയ്യുന്ന അത് ഔട്ട് ഓഫ് കൺട്രോൾ, ഒരു കസ്റ്റമേഴ്സിന്റെ ഔട്ട് ഓഫ് കൺട്രോൾ ആണല്ലോ അവരുടെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അവിടെ യഥാർത്ഥത്തിൽ പ്രോഫിറ്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ, ഒരു ഫണ്ട് ലെവലിൽ പ്രോഫിറ്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഇൻഡിവിജ്വൽ സ്റ്റോക്സിലൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഇല്ലെങ്കിലും നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അടക്കേണ്ട ഒരു സ്ഥിതി ഈ HNIസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അവരെ കുറിച്ചാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ്, അതായത് ഹ്യൂജ് വോളിയം ചെയ്യുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഫണ്ട് മാനേജർ ഫണ്ട് ലെവലിലൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് ഞാൻ ഈ പറയുന്നത്. അവിടെയുള്ള ക്യാപിറ്റൽ ഗെയിൻസിന്റെ ഇപ്പൊ ആക്ച്വലി ക്യാപിറ്റൽ ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ചില ക്യാപിറ്റൽ ഗെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അടക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ അവിടെയാണ് ഒരു തിരിച്ചടി നമ്മൾ നേരിടാൻ പോകുന്നത്.